ഹായ് എവ്രി വൺ. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വെരി സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി. ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാം. പെട്ടെന്നൊരു മധുരം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാം. ഇത് കാരമൽ ബ്രെഡ് പുഡിങ്ങാണ്. അടിപൊളി ടേസ്റ്റുമാണ്. നല്ല രീതിയിലാകുന്നുണ്ട്. ഇത് കറക്റ്റ് അളവാണ്. ഈ അളവിൽ മാത്രം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു നല്ല അടിപൊളി സ്വീറ്റ് തയ്യാറാക്കുന്നതാണ്. പിന്നെ ഇത് നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കുന്നത് ഏറ്റവും നല്ലത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ചൂടായ പാനിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക, നല്ല ചൂട് വേണം പാന്. അപ്പം ഇത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ ആയിക്കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു കളറ് മാറുന്ന കണ്ടില്ലേ. ഇത് ശ്രദ്ധിക്കണം, ചെയ്യുമ്പോൾ പൊള്ളാൻ പാടില്ല. നല്ല ചൂടാണ്. ഇപ്പം ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ടതാണ് കാരമൽ. ഈ ഒരു കളർ ആകുമ്പോഴേക്കാണ് നമ്മൾ പാത്രം റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ചെറിയ സൈസാണ്. എന്നാൽ പിന്നെ നമുക്ക് എൻ്റെ മുട്ടൻ്റെ അളവ് ഇത് ചെയ്യുന്നത് കുറച്ച് ചെറിയ പുഡിങ്ങാണ്. അപ്പോൾ അത് ഒഴിച്ച് കഴിഞ്ഞാൽ പാടനെ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ആക്കി കഴിഞ്ഞിട്ട് നട്ട്സ് നമുക്കിടാം. നട്ട്സ് നിങ്ങളെ ഇഷ്ടത്തിന് ഇടാം. ചോക്ലേറ്റ് ചിപ്സ് ഇടാം, അണ്ടി മുന്തിരിങ്ങ അങ്ങനെയൊക്കെ ആയിട്ട് ഇടാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നട്ട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് പെട്ടെന്ന് ചെയ്യണം, കാരണം ഇത് വേഗം സെറ്റാവും കാരമൽ. അത് സൈഡാക്കി വെക്കാം. എന്നിട്ട് നമ്മൾ മിക്സിങ് ജാറിലേക്ക് 3 മുട്ട, ഒരു 1/4 കപ്പ് പഞ്ചസാര, വാനില എസൻസും 1.5 കപ്പ് പാല് റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് നല്ലോണം മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ സെറ്റിങ്ങിലേക്ക് ഒഴിക്കുന്നത്. ഇതിപ്പം പഞ്ചസാര കറക്റ്റ് അളവാണ്, കറക്റ്റ് മധുരവും. നിങ്ങൾക്ക് കുറച്ച് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ബ്രെഡാണ് എടുക്കുന്നത്. ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് ഒരു 4 ബ്രെഡാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ബേക്കറി ബ്രെഡ് ആയതുകൊണ്ട് ബ്രെഡിൻ്റെ ഫ്രഷ് ബ്രെഡ് തന്നെ ആയിരിക്കണം. ബേക്കറി ബ്രെഡ് ആയാലും ആണ് ഏറ്റവും നല്ലത്. അത് ഒരു കട്ടി ഉണ്ടാവുമല്ലോ. നമ്മളെ നാട്ടിലെല്ലാം കിട്ടുന്ന നോർമലായിട്ടുള്ള ബേക്കറി ബ്രെഡാണ്. അപ്പോൾ ഇത് സ്ക്വയർ പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഏകദേശം 4 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മിക്സ് ഞാൻ ആദ്യം ഒഴിക്കുന്നുണ്ട്. അപ്പം നമ്മളെ കാരമൽ സെറ്റായി. ഈ അണ്ടിയൊന്നും അനങ്ങൂല, കാരണം അത് ഓൾറെഡി സ്റ്റക്കായിട്ടാണ് ഉള്ളത്. ഈ മിക്സ് നമ്മളെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ബ്രെഡും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ബ്രെഡ് നല്ല ഫ്രഷ് ആയിരിക്കണം. ഞാൻ ഇനിയും പറയുന്നത്, പഴയ ബ്രെഡാകുമ്പോൾ നമ്മളെ പുഡിങ് ടേസ്റ്റ് മാറും. അപ്പം ബേക്കറി ബ്രെഡ് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. പാക്കറ്റ് എനിക്ക് അത്ര സംശയമാണ്, കാരണം അത് എപ്പോഴാണ് പാക്കേജ് ആയെന്ന് അറിയില്ലല്ലോ. അപ്പം ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ മാത്രം. ഇതിപ്പോൾ പ്രഷർ കുക്കറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇറക്കി വെച്ചിട്ട് ഈ ഒരു പാത്രം കവർ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ വിസിൽ കഴിഞ്ഞിട്ട് ഫ്ലെയിമിൽ ഓയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മാത്രം ഇത് ഒന്ന് ടൈം കൊടുത്താൽ മതി സ്റ്റീം ചെയ്യാൻ. പിന്നെ ഇത് തണിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഫ്രിഡ്ജിലേക്ക്, ഇതിപ്പോൾ ആയിക്കഴിഞ്ഞാൽ പാടന്നെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. എന്നിട്ട് നല്ലോണം തണിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഡിമോൾഡ് ചെയ്യുന്നില്ല. ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുക. അടിപൊളി പുഡിങ്ങാണ്. ഇത് ചെറിയൊരളവ് ജസ്റ്റ് പാലും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ, ബ്രെഡെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഈസി പുഡിങ് ആക്കുക. ഇതിപ്പോൾ ഒരു നോർമൽ ഒരു ഫാമിലിക്ക് ഒരു 4 ആൾക്ക് കഴിക്കേണ്ട പുഡിങ്ങാണ്. അപ്പം ഒരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു പുഡിങ് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. കണ്ടാൽ നമ്മളെ പുഡിങ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് അത്ര ടൈമൊന്നും എടുത്തത്, ജസ്റ്റ് ആ ഒരു തണുപ്പാകുന്ന വരെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. അപ്പം ഇത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ, എനിക്കിത് ടേസ്റ്റ് തോന്നി നമ്മളെ ഗൾഫിലെല്ലാം കിട്ടുന്ന കാരമൽ പുഡിങ്ങിൻ്റെ പാക്കറ്റ് വരുന്നുണ്ടല്ലോ, ഏകദേശം ആ ഒരു ടേസ്റ്റ്. പിന്നെ ബ്രെഡ് ചേർക്കുന്നതുകൊണ്ടാണ് ഒരു സ്മെല്ലും ഉണ്ടാവില്ല. സ്മെല്ലെന്ന് ഉദ്ദേശിക്കുന്നത് മുട്ടൻ്റെ മണമെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത റെസിപ്പി കാണുന്നവരെ നമുക്ക് കാണാം.